കോടതി വിധിക്ക് ശേഷം ആന്റണി രാജു പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നു. 3 വർഷത്തെ തടവാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളിലായാണ് 3 വർഷ തടവ്. തൊണ്ടുമുതൽ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ആന്റണി രാജുവിനെ നെയ്യാറ്റിൻകര കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. വർഷങ്ങളായുള്ള കേസിലാണ് ഇന്നിപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കോടതിയുടെ വിധി വന്നിരുന്നത്. 3 വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കോടതി മേൽക്കോടതികളെ സമീപിക്കാം, പക്ഷേ MLA സ്ഥാനം ആന്റണി രാജുവിന് നഷ്ടമാകും. ആന്റണി രാജു അയോഗ്യനാകും. 6 വർഷത്തേക്ക് മത്സരിക്കാനാകില്ല എന്നതും ഈ വിധിയിലൂടെ വ്യക്തമാകുന്നുണ്ട്. പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കെ നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചതാണ്. ഈ കേസിൽ പ്രതിയാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ആന്റണി രാജുവിനെ മന്ത്രിസ്ഥാനത്തുൾപ്പെടെ LDF നിർത്തിയത് എന്നൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷം സിജോ ബിജോൺ ചേരുന്നുണ്ട്. സിജോ, കോടതിയിലെ വിവരങ്ങളും ഒപ്പം പ്രതിഷേധം കനക്കുകയാണ്. ആന്റണി രാജു പുറത്തേക്ക് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരം? സിജോ ബിജോൺ ചേരുന്നു. സിജോ, എന്താണ് സംഭവിക്കുന്നത്?